അങ്ങനെ കങ്കുവ കണ്ടിരിക്കുകയാണ്. കോലം കണ്ടില്ലേ? കോലം കെട്ടില് മാത്രമേ ഉള്ളൂ. പടം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ, എന്തിനാണ് ഈ ചെങ്ങായി ഇങ്ങനെ കായൊക്കെ ഇറക്കിയിട്ട് കുറെ സിനിമ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒന്നും പറയാനില്ല. ഈ മുഖത്തെ സാധനം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ പറയാം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തിനാ കുറെ വേഷം കെട്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇറക്കി വിടുന്നുള്ളതാ. കോടികൾ ആ ചെങ്ങായിയുടെ വെറുതെ പോയില്ലേ. ഗ്രാഫിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ എന്റെ പൊന്നുമക്കളെ, വൈകുന്നേരം 4 മണിക്ക് 5 മണിക്ക് ടിവിയിൽ കൊച്ചു ടിവി കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അമ്മാതിരി സാധനമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സൂര്യയുടെ അഭിനയം അത്യാവശ്യം, അയാൾ ഏത് സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നാക്കുമല്ലോ. അഭിനയത്തിന്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ ചീറിപ്പോലെ സഹിക്കൂല. കങ്കുവാ എന്നുള്ളൊരു കുറച്ച് ചീറലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് സിനിമയിൽ കുറെ ഭാഗത്ത് കങ്കുവാന്റെ ചീറിപ്പൊളിക്കലുകളാണ് സിനിമയിൽ കാര്യമായിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. സിനിമ ഒരു വെറൈറ്റി സംഭവമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ വെച്ചാൽ 2024 1070 ആയിട്ടാണ് തോന്നുന്നത് കാലഘട്ടം. അങ്ങനെ 2 കാലഘട്ടത്തിന് ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥിരം പാറ്റേൺ. അതായത് എന്തെങ്കിലും ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു സാധനം കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വേണം എന്നുള്ളതാണ് ഇവർ എല്ലാവരുടെ ഒരു ധാരണ. ആ ഒരു ധാരണ തന്നെ മോശമായി എന്നുള്ളതാ. വേണമെങ്കിൽ കങ്കുവ എന്ന് പറയുന്ന 1027, 20, 80, 30 ആ കാലഘട്ടം കാണിച്ചാൽ മതിയായിരുന്നു. ഇത് വെറുതെ ഒരു കാര്യമില്ലാതെ ഈ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തുടക്കത്തിൽ തന്നെ ഏതോ ഒരു സയന്റിസ്റ്റിന്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് കുറെ കുട്ടികളെ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നത്, അതെന്താണെന്നോ ഏതാണെന്നോ അവർക്ക് പോലും അറിയില്ല, നമുക്കും അറിയില്ല. കഥയിൽ പല സംഭവങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലതും എന്താണെന്ന് അവർക്ക് തന്നെ കൺവേ. പിന്നെ കുറെ ബോളിവുഡ് ആക്ടറിനൊക്കെ കൊടുത്തിട്ട് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിയിട്ട് തനി മണ്ട പണി എന്ന സിനിമയിലുണ്ടല്ലോ ഗിരിയർ ഒരാള്, അയാളെ പോലെ വലിയ ഡയലോഗ് കൂടി ഇങ്ങനെ കാട്ടിക്കൂട്ടിലൊക്കെ കാണിച്ച അവസാനം അതിനെ അതൊക്കെ തീർത്ത് എന്ന് പറഞ്ഞ പോലെ വെറുതെ തീർത്ത് എന്നുള്ള സാധനമാണ്. പൈസ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഗ്രാഫിക്സിന്റെ പൊന്നുമക്കളെ പെറ്റ തള്ള സഹിക്കൂല. അമ്മാതിരി ഗ്രാഫിക്സ്. പിന്നെ റഹ്മാനെ കൊണ്ടൊക്കെ പാടിച്ചിട്ടുണ്ട്. ആരെ മ്യൂസിക് എന്നൊക്കെ ഒരു പിടുത്തം കിട്ടില്ല. ഞാനൊന്നും നോക്കിയിട്ടൊന്നല്ലേ പടം കാണാൻ പോയത്. സൂര്യല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ആളെന്നെ കായിറക്കിയ പടല്ലേ, നല്ല രീതിയിൽ പോയി കാണുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പൈസ പോയിട്ടൊന്നുമില്ല. അല്ല ഗോവിന്ദ തിയേറ്ററിലെ AC നല്ല വൃത്തിയിലിരുന്ന് ഇങ്ങനെ ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് പടം കണ്ടിരുന്ന് അത്ര തന്നെ. ഇറങ്ങിപ്പോവാൻ എനിക്ക് തുടക്കത്തിലൊക്കെ തോന്നിയിരുന്നിട്ടാ. അനാവശ്യമായിട്ട് തുടക്കത്തിൽ കുറച്ച് തമാശകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ തമാശ? ആ തമാശ ഒന്നും വർക്കൗട്ട് ആവണില്ല. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലടക്കം ആളുകൾ ആ ഒരു 5 മിനിറ്റ് മുന്നിൽ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ. എനിക്ക് ഇറങ്ങിപ്പോകാൻ തോന്നിയതാണ്. അത് അമ്മാതിരി വൃത്തിയായിട്ട ഒരു സാധനമൊക്കെ. പിന്നെ ആ നടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തിനാടാ ഇങ്ങനെയൊക്കെ സിനിമ പിടിച്ചു വെച്ചിരിക്കണേ അനാവശ്യമായിട്ട്. ഞാൻ കോക്കിന്റെ റിവ്യൂ ആണ്. എന്തുവാ അതെനിക്ക് ചോദിക്കണം. എന്തുവാ ഇത് കങ്കുവ അല്ല, ഇത് എന്തുവാ? എന്താടോ സിനിമ ഒക്കെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വെറൈറ്റി സാധനം ഇറക്കി എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോയി കാണുന്നത്. പോയി കാണുമ്പോ സത്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു മേക്കിങ്, ഒരു വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഒരു കഥ. ഇതാ സത്യം. 2ാം ഭാഗം ഉണ്ട് കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. 2ാം ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് നിർത്തിയിട്ടുണ്ട് സിനിമയിൽ. എന്തിനാ 2ാം ഭാഗം? ഈ ഒരു സിനിമ ശരിക്കും ആ ഒരു കാലഘട്ടം, അതായത് പഴയ കാലഘട്ടം മാത്രമാണ് കാണിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടും. അത് നല്ല വൃത്തിയിൽ തന്നെയാണ് ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് രീതി നമുക്ക് ഇഷ്ടപ്പെടൂല. ഒരു മുത്തശ്ശി കഥ പറച്ചല് സ്ഥിരമുള്ള പരിപാടിയാണ്. മുത്തശ്ശി കഥ പറച്ചല്, അതേപോലെ ഈ കാലഘട്ടവും പഴയ കാലഘട്ടവും മാറിയുള്ള കാണിക്കലുകൾ, എന്നിട്ട് ആ കഥയും കൂട്ടിവയ്ക്കല്, അതേപോലെ തന്നെ ഈ ജന്മത്തിലെ പുനർജന്മം, ആ ജന്മത്തിലെ ആളായിരുന്നു എന്ന് പറയുന്ന സാധനങ്ങൾ, ഇതൊക്കെ എന്നുള്ളതാ. ഇതൊക്കെ മാറ്റി പിടിക്കേണ്ട കാലം കടന്നടോ. ഇപ്പൊ BC 1000 അല്ല BC AD 1000 പണ്ടാറ് അങ്ങനെ ഒരു സിനിമ ഇല്ലേ, 10,000 എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അതായത് ആ പഴയ കാലഘട്ടമാണ് കാണിക്കണെന്ന് വെച്ചാൽ പഴയ കാലഘട്ടം, പുതിയ കാലഘട്ടം ഇങ്ങനെ മാറി കാണിച്ച് നമ്മളെ കൊണപ്പിക്കല്ലേ. ഇതൊരു കൊണയാടി സിനിമ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫാമിലിക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലൻസ് ഉണ്ട്, കൈയും കാലൊക്കെ വെട്ടിമുറിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഫാമിലി മൂവി ഒന്നും അല്ലത്. എന്നത് ഒരു ഈ ജനറേഷന് പറ്റുന്ന സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ ആളുകൾ ഇരുന്ന് പൂക്കി വിളിയൊക്കെയായിരുന്നു. സൂര്യയുടെ ഒരു കങ്കുവാ എന്ന് പറഞ്ഞ് വിളിച്ചു വരിക്കുമ്പോ ആളിന് പറഞ്ഞ് ഓടി വരെ ആ ഒരു സാധനം അയാളെ കാണിച്ച സീന്. പക്ഷേ ഫസ്റ്റ് സീന് 2 ഫസ്റ്റ് സാധനത്തിലുള്ള ഓന്റെ കോമഡി ചിരിച്ച് തലക്കൊന്നിട്ട് കൊടുക്കാം. സൂര്യ പഠിച്ച് പണിക്കരയറ പോലെ 5ന്റെ കൈക്ക് ബോധമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ഫസ്റ്റ് ക്യാരക്ടറിന്റെ ഒരു ഇൻട്രോ കാണിക്കുന്നത്. കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ പഴയ കാലഘട്ടത്തിലുള്ള ആളാണ്. അയാളുടെ ഒരു ഇൻട്രോ രസമായി. പക്ഷെ അനാവശ്യമായിട്ടുള്ള ഇൻട്രോ ഡയലോഗുകൾ ഉണ്ടാവല്ലോ. അവൻ കാറ്റാണ്, കടലാണ്, പുഴയാണ്, മുന്തിരിയാണ്, കൊലയാണ്, തേങ്ങാക്കൊലയാണെന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗിയൊക്കെ എന്തിനാണാവോ? അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞെന്ന് എനിക്ക് പറയാനുള്ളത്.
എന്തായാലും തമിഴിലാണ് കണ്ടത്. മലയാള റീമേക്ക് കൂടെയാണ് അങ്ങനെയൊക്കെ ചിരിച്ച് ചാവുമായിരുന്നു. മലയാളത്തിലല്ല, തമിഴിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് സിനിമയെ കുറ്റം പറയണമെന്നില്ല. നല്ല പടം, എല്ലാരും പോയി കാണണേ. ഇത് എന്തുവാടേ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എല്ലാരും ചോദിക്കാറുള്ളത്. എനിക്ക് അതന്നെ ചോദിക്കണം, ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പഠിച്ച് പണിക്കരാവുന്ന സൂര്യ. ഇനി സൂര്യ ഫാൻസ് ഒക്കെ വന്നിട്ട് നമ്മളെ നെഞ്ചത്തോട്ട് കയറല്ലേ. എന്റെ കായ് പോയതിന്റെ പ്രശ്നമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് എന്റെ സ്വാതന്ത്ര്യം, എന്റെ അഭിപ്രായം. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി, വേണമെങ്കിൽ കേട്ടാൽ മതി, അത്ര പറയുന്നുള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുന്ന അറിയില്ല കണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.